വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 100-ൽ താഴെ വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ യോഗം ചേർന്നു. നിലവിലുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും ഭാവി സ്പോൺസർമാർക്കുള്ള ഓപ്ഷനുകളും ചേർത്ത് വെബ് പോർട്ടൽ ഉണ്ടാക്കാൻ തീരുമാനമായി. പരമാവധി സഹായം നൽകുമെന്ന് സ്പോൺസർമാരും യോഗത്തിൽ അറിയിച്ചു. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ടൗൺഷിപ്പ് എന്നത് യാഥാർത്ഥ്യമാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഓരോ യോഗവുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. ഇന്നിപ്പോൾ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തത്? എന്തൊക്കെയായിരുന്നു പ്ലാനുകൾ? ധന്യ, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇനിയിപ്പോൾ കാലതാമസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. അപ്പോൾ പരമാവധി ഏറ്റവും വേഗത്തിൽ തന്നെ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100-ലധികം വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ സ്പോൺസർമാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ 100-ൽ താഴെ വീടുകൾ നൽകാമെന്ന് സ്പോൺസർ ചെയ്ത ആളുകളുമായിട്ട് മുഖ്യമന്ത്രി ഇന്ന് യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതായത് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100-ൽ താഴെ വീടുകൾ നൽകാമെന്ന് പറഞ്ഞ എല്ലാ സ്പോൺസർമാരെയും ഉൾക്കൊള്ളിച്ചായിരുന്നു ഇന്ന് യോഗം. ആ യോഗത്തിൽ വയനാട് ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ചെലവുകൾ കണക്കാക്കി പരമാവധി തുക നൽകാമെന്നുള്ള കാര്യം സ്പോൺസർമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എത്രമാത്രം ചെലവ് വരുമോ ആ ചെലവ് കണക്കാക്കിക്കൊണ്ട് നൽകാൻ കഴിയുന്നതിന് പരമാവധി തുക വയനാട് ടൗൺഷിപ്പിന് വേണ്ടി നൽകാം എന്നുള്ള കാര്യം ഈ സ്പോൺസർമാർ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി നന്ദി അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനായിട്ട് പ്രത്യേക വെബ് പോർട്ടൽ തയ്യാറാകും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. ഈ വെബ് പോർട്ടലിൽ ഈ നിലവിൽ എത്രമാത്രം സ്പോൺസർമാരുണ്ടോ ആ സ്പോൺസർമാരുടെ എല്ലാ വിവരങ്ങളും കാണും. പുതിയതായിട്ട് വരുന്ന സ്പോൺസർമാർക്കും ഈ വെബ് പോർട്ടൽ ഉപയോഗിക്കാൻ കഴിയും. അതിനകത്ത് ഈ സ്പോൺസർമാർക്ക് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള മറ്റ് സാധനങ്ങൾ നൽകുമെന്നും മുഖ്യമന്ത്രി ഇവരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഘട്ടങ്ങൾ, അതായത് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്നത്തേക്ക് തീരുമാനിക്കാൻ കഴിയും, അതായത് എന്ന് നിർമ്മാണം തുടങ്ങും, എന്നത്തേക്ക് തീർക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 2 ആഴ്ചയ്ക്കകം പറയാമെന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്പോൺസർമാരുമായിട്ട് യോഗം ചേർന്നത്. ആ യോഗത്തിൽ എല്ലാ സഹായങ്ങളും 100-ൽ താഴെ വീടുകൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാർ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 100-ലധികം വീടുകൾ വാഗ്ദാനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ ആയാലും അതുപോലെ രാഹുൽ ഗാന്ധിയുടേതായാലും ഒക്കെയുള്ള സംഘടനകളുമായിട്ടൊക്കെ മുഖ്യമന്ത്രി ഈ സ്പോൺസർമാരുമായിട്ടൊക്കെ ചർച്ച നടത്തിയതാണ്. ആ ചർച്ചയുടെ തുടർച്ച എന്നോണമാണ് ഇന്നിപ്പോൾ ഈ 100-ൽ താഴെ വീടുകൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുമായിട്ട് യോഗം ചേർന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ചെലവ് കണക്കാക്കി എത്രയും വേഗം ടൗൺഷിപ്പ് ഈ 2 ഇടങ്ങളിലും നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യ പടിയെന്നോണമാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത്.